നമസ്കാരം. ഹെഡ്ജ് വിത്ത് ഹെഡ്ജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഫ്യൂച്ചറിന്റെ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, അതും നിങ്ങൾക്ക് ഓഫീസ് സംബന്ധമായ തിരക്കുകൾ അല്ലെ വ്യക്തി ജീവിതത്തിലെ തിരക്കുകൾ ഇതുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം, ഒരു വലിയ റേഞ്ചുള്ള ഒരു സ്ട്രാറ്റജി കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഏറ്റവും കുറഞ്ഞ ഇന്ത്യ വിക്സ് ഉള്ള 10 മുതൽ 11, 12 ഒക്കെ ആണെങ്കിൽ പോലും 1200 മുതൽ 1400 പോയിന്റ് വരെ, ഇന്ത്യ വിക്സ് 15ന് മുകളിൽ 20 വരെയൊക്കെ ആണെങ്കിൽ 1500, 2500 ഇടയിലുള്ള പോയിന്റ്, ഈ രീതിയിലുള്ള റേഞ്ച് വരുന്ന ഒരു സ്ട്രാറ്റജി, അതായത് ബാറ്റ്മാൻ സ്ട്രാറ്റജി, അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, ഈ സ്ട്രാറ്റജിയുടെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ, ഇന്ത്യയിലോ വിദേശത്തോ എവിടെ തിരഞ്ഞാലും കിട്ടില്ല. അങ്ങനെ കിട്ടിയവരുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കുക. അപ്പൊ അത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മളിവിടെ പ്രയോഗിക്കാൻ പോകുന്നത്. ഇത് തികച്ചും സിമ്പിളാണ്. ഒരുപാട് ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും വേണ്ട. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുക, നിങ്ങൾക്കെതിരെ മാർക്കറ്റ് പോകുമ്പോൾ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. നമ്മൾ ബാറ്റ്മാൻ്റെ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ എങ്ങനെ ഇത് വലിയ റാലി വരുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ ആദ്യം ഇതിൻ്റെയൊക്കെ മുന്നേ ശ്രദ്ധിക്കേണ്ടത് ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിലെന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ നിഫ്റ്റീൻ്റെ ചാർട്ട് പോയി നോക്കണം. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് 29-നാണ്, അതായത് എക്സ്പയറി കഴിഞ്ഞ് പിറ്റേ ദിവസം അവധി ചെയ്യുന്ന അതിൻ്റെ പിറ്റേ ദിവസത്തെ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യമായിട്ട് പോകുന്നു. ഇനി ഒരുപാട് താഴാനില്ല, 10-300 പോയിൻ്റ് താഴായിരിക്കും. അതിനുശേഷം മുകളിലേക്ക് മേ ബി ഒരു 40 അല്ലെങ്കിൽ 20 SMA വരെയൊക്കെ പോകാം. ഒരു 10-15 ദിവസം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് തൽക്കാലം ഇവിടെ പല ഭാഗത്ത് നിന്നതിന് ശേഷം പോകാം. അന്ന് ഈ ചാർട്ടില്ല, ഓക്കെ. പക്ഷേ ഫുള്ളായിട്ട് പോയിട്ടാലോ നമുക്ക് അഡ്ജസ്റ്റും ചെയ്യാം. ഇതൊരു 1000 പോയിൻറ്റിന് മുകളിലേക്കുള്ള റാലിയാണ് ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ആയിരിക്കും നമ്മൾ തുടങ്ങുക. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഉദ്ദേശം ഒരു 1003 പോയിൻ്റ് റാലിയാണ്. അപ്പോൾ ഇത്ര വലിയ റാലി ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം, അതാണ് കാണിക്കുന്നത്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് വേണം. ഇതുവരെ എത്ര വരെ പോയിട്ടുണ്ട്, ഇത്ര വരെ പോകാം, ഇനിയുള്ളത് ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ കാഴ്ചപ്പാട്. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ പി സൈഡ്, സി സൈഡ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം പി സൈഡിൽ ഇനി ഞാൻ അന്നേരത്തെ എൻ്റെ പ്രതീക്ഷ അത്യാവശ്യത ഇത്രയൊക്കെ പോവാം. മേ ബി ഇതിലും കുറച്ചുകൂടി താഴത്തേക്ക് പോവാം, ഇവിടെ വരെയൊക്കെ, അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ വരാം. അപ്പോൾ അതൊരു 1000-600 പോയിൻ്റ് മൂവേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ താഴത്തേക്ക്, ഓക്കെ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിവിടെ ബാറ്റ്മാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വേണ്ടത് 25 ഡെൽറ്റ, ഒരു 25 ഒക്കെ ഉണ്ടാവും. നല്ല ഇന്ത്യ വിക്സ് നല്ല കൂടിക്കുന്ന സമയത്ത് 30 ഡെൽറ്റ എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് അതിനേക്കാൾ ഒരല്പം, ഒരു ചെറിയൊരു സംഖ്യ കൂടി നിൽക്കണം. പകുതി പോയിട്ട് എടുക്കരുത്. കാരണം അതിൻ്റെ നടുഭാഗത്ത് എന്തായാലും ശരി 50%, 60% ഇവിടെ നിൽക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം. മിനിമം 1.5-2%. ഇത് നമുക്ക് കൂട്ടാൻ, ഇവിടെയൊക്കെ രണ്ട് ഭാഗത്ത് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം. അതൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ സ്പെഷ്യലിസ്റ്റായിട്ട് സാവധാനം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇത് 87 ഞാൻ എടുത്ത്. ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേശം റിസ്കി ആവും, പക്ഷെ എന്നാലും 90ന് മുകളിലേക്കൊക്കെ എടുക്കാം. അതുപോലെ ഇവിടെയും കണ്ടോ 40, ഇത് 70 എടുത്തു കഴിഞ്ഞാൽ ഇതിന് പകുതിയായി. പക്ഷേ ഇവിടെ ക്രെഡിറ്റ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് ഇനി ലേശം കൂടി കൂട്ടിയാലും കുഴപ്പമില്ല, ഇത് രണ്ടും, അല്ലെങ്കിൽ ഇത് കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ദൂരം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 1000-600 പോയിൻ്റ് താഴത്തേക്ക് പ്രതീക്ഷിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുക എന്നുള്ള. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പി സൈഡിലേക്ക് ഉള്ളത് ഉദ്ദേശം 530, 23,530, 23,590, ഉദ്ദേശം ഒരു 900 പോയിൻ്റ് എടുത്തേ ഇവിടേക്കുള്ളൂ. ഇവിടേക്ക് പക്ഷേ 1200 സംതിങ് പോയിൻ്റ് എടുത്തിന്. കാരണം അത് മനഃപൂർവ്വമാണ്. കാരണം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ 1000 പോയിൻ്റ് റാലി വരുന്ന സമയത്ത് ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 25 ഡെൽറ്റേൻ്റെ അടുത്ത് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഡെൽറ്റയൊക്കെ മിസ്മാച്ച് ആവും, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അത്യാവശ്യം രണ്ട് ഭാഗത്തേക്കും 1000-800 പോയിൻറ്റിൻ്റെ റേഞ്ചും വേണം, നമുക്ക് ലേശം ക്രെഡിറ്റും വേണം. 1.5%-2%-ൻ്റെ ഇടയിൽ, ഓക്കെ. അത് വിചാരിച്ചിട്ട് വളരെ ചെറുതാണ്, ചന്ദ്രക്കല പോലെ ചെറുത്, അതെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പെട്ടുപോകും, ഓക്കെ. അത് നമുക്ക് ഓരോ ദിവസമായിട്ട് പോയി നോക്കാം. 1 ഡേ,
അടുത്ത ദിവസം ഇപ്പം തന്നെ ഒരു 2000 രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആയിട്ടില്ല. നമ്മളിത് ഫുള്ളായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ പുറത്തേക്ക് പോകുന്ന രീതിയിൽ വലിയ കയറ്റം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെടുത്തിട്ട് 10 ദിവസത്തിൻ്റെ അടുത്തായി, 10 ദിവസത്തിൻ്റെ അടുത്തായി. അടുത്തത് ഇവിടെയൊക്കെ 1.5% പ്രോഫിറ്റായി. കഷ്ടി ഒരു 10-12 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ല. പക്ഷേ എന്നിരുന്നാലും ഇതിപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി മൊത്തം കാണിക്കുകയാണ്. 2% കണ്ടോ, 5300 രൂപ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളെ പീക്ക് മാർജിൻ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ 1.5%-ഓളമായി. പക്ഷേ നമുക്കൊരു ദിവസം കൂടി പോയി നോക്കാം. നല്ല പ്രോഫിറ്റിലാണല്ലോ. പ്രോഫിറ്റിലാവുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിപ്പോൾ ഉള്ളൊരു ഇതെന്താ പറയുക, ഇതിപ്പോൾ ഈ ഒരുപാട് ദിവസത്തിന് ശേഷം അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഇത് പ്രശ്നമില്ലാത്ത സമയത്താണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വലിയ രീതിയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ വന്നു കഴിഞ്ഞാൽ നഷ്ടം കാണിക്കും. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ 18-ാം തീയതിയായി. ഇനി നോർമലി വേണമെങ്കിൽ ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന 2 കാര്യം. ഇപ്പോൾ ഉദ്ദേശം ഈ 18-ാം തീയതിയായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം എക്സ്പയറിക്കുള്ളൂ. അപ്പോൾ ഇനി പിറകു വശത്തേക്ക് പി സൈഡിൽ ഒരുപാട് 1000 പോയിൻ്റ് 1200 പോയിൻ്റോളം പിറകിലാണുള്ളത്. അപ്പോൾ അത് ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഇവിടെ മാർജിൻ വെറുതെ പോകും. അതിൽ വളരെ കുറഞ്ഞ പൈസയുള്ളൂ. കണ്ടോ, പി സൈഡിൽ 5 രൂപ 3 രൂപ ഇതൊന്നും ഇനി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഇതൊക്കെ എന്ത് ചെയ്യുക, വേഗം ക്ലോസ് ചെയ്യുക. പി നമ്മൾ ക്ലോസ് ചെയ്ത് ഇനി അടുത്തത് സി ആണ്. സി നമ്മൾ നിലനിർത്തിയിട്ട് അടുത്ത പി ഇതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പൊസിഷനിൽ. ഓക്കെ, ഇതിപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫ്ലൈ ആയിട്ട് മാറ്റാം. അതിനെന്താ ചെയ്യുക, ഇതിൻ്റെ ബ്രേക്ക് ഈവൻ, അതായത് 25,757, ഈ 25,750 സി നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. അപ്പോൾ അതെന്തായി, ഒരു അയൺ ഫ്ലൈ ആയി. കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോപ്പാവും ഉണ്ടാവുക, നഷ്ടം ഉള്ള സമയത്താണ്. ഇതിപ്പോൾ പ്രോഫിറ്റിൽ വന്ന് കുറേ ദിവസം എടുത്ത് വന്നുകൊണ്ടാണ്. ഞാനിത് ഇതുപോലെ ഒരു റാലി എടുത്ത് മാസത്തിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. 1000 പോയിൻ്റ് റാലി കിട്ടിയില്ല. ഒക്കെ 600 പോയിൻ്റ് ഉണ്ട്, നല്ല കറക്ഷൻ വരും. അപ്പോഴേക്കും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആവും. അപ്പോൾ ഇത് വൺ സൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു പാനിക് ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതെടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇനി നിങ്ങൾക്ക് കുറേ ദൂരമുണ്ട് ഇവിടേക്ക് അല്ലേ. മാത്രമല്ല ഇത് നല്ല പ്രോഫിറ്റിൽ വരും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനി സ്റ്റിമുലേഷൻ ചെയ്യുന്നതിൽ കാര്യമില്ല. ഇത് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വരും. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ഒരു ഡേ. ഇതിപ്പോൾ നിങ്ങളെ ഇത് പോയി. പക്ഷേ ബ്ലൂ ലൈൻ ഉള്ളതുകൊണ്ട് 4% നിങ്ങൾക്ക് ഈ പൈസേൻ്റെ 1,00,000 വരുള്ളൂ. കാരണം ഈ സംഭവം ഇവിടെ ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് മുഴുവൻ എന്താണ്, ഹെഡ്ജ്ഡ് പൊസിഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൽ അർത്ഥമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കാര്യം ചെയ്യാം, നമ്മൾ പഴയതിലേക്ക് മടങ്ങിപ്പോവാം. ഇവിടെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരിക. ചെറിയ പ്രോഫിറ്റ് മാത്രം ഉണ്ടാവുക, നഷ്ടം വരിക ഒക്കെ ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ബൈ ചെയ്യുക. 25,750 750 എന്ത് ചെയ്യുക, ബൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ പോകേണ്ടത് എന്താണ്, പുറത്തേക്ക് കുറച്ച് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് 2 എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെയുള്ള ചെറിയ നഷ്ടം ഉണ്ടാവുള്ളൂ. മറ്റേ ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് എത്ര ഉദ്ദേശം, ഒരു ഇവിടെ 425 400 ഇത് 500 പോയിൻ്റ് റേഞ്ച് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. വളരെ ചെറിയ നഷ്ടം ഇവിടെ ആവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി മുന്നോട്ട് പോയി, അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓക്കെ, ആ രീതിയിൽ എക്സിറ്റ് ചെയ്യുക. ഇത് അങ്ങനെ ആദ്യം ഫ്ലൈ ആക്കിയിട്ട് അല്ലാതെ ഇതുപോലെ മറ്റേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് 1000 പോയിൻ്റിൻ്റെ റാലി എങ്ങനെയാണ് അത് ജീവിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു. ഇപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് എന്തായാലും ഒക്കെ ഉണ്ടാവും. ഇനി ഇതിൽ പല രീതികളുണ്ട്. ഇതിലിപ്പോൾ ഇവിടെ നമുക്ക് സ്പ്രെഡ് ഫിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിലെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാം. അതുപോലെ ഇവിടെ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. നമുക്ക് സപ്പോസ് ഇപ്പോൾ നമുക്ക് ഒരു ഇത് ഇവിടെ എത്രയാണ്, 25,400 25,400 സാധനമില്ല. ഒരു 25,600 25,500 വേണമെങ്കിൽ നമുക്ക് നോക്കാം.
11 ഉറുപ്പ്യേ ഉള്ളൂ. 550 ഞാൻ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്തു. അപ്പോൾ എന്തായി, ഇവിടെ ഉള്ളത് കൂടി. ഓക്കെ, അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഇനി ഇവിടെ ഞാൻ സ്പ്രെഡ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് തന്നെ വേണേൽ മുന്നോട്ട് വെച്ചു കൊടുക്കാം. അങ്ങനെ പല പല അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷനാണ്. അപ്പോൾ അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് പഠിച്ചിരിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. അപ്പോൾ ബാറ്റ്മാൻ്റെ വൺ സൈഡ് റാലി വരുമ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ വാട്സാപ്പ് ചാനലിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ അതിൽ ചേർത്തുന്നതാണ്. ടെലഗ്രാമിൽ എല്ലാ നമ്മളെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവൈലബിൾ ആയിരിക്കും, നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് വരാനുള്ളത് സ്പെഷ്യൽ ബാറ്റ്മാനാണ്. ഇതിൻ്റെ അടുത്ത സീരീസിൽ ബാറ്റ്മാൻ ഞാൻ 4 എണ്ണം അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ 2-3 ടൈപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ ഇനി ഒരു പാസീവായിട്ടുള്ളൊരു ബാറ്റ്മാൻ ഉണ്ട്. അതിപ്പോൾ എൻ്റെ ടീമിന് ഒരു വെബിനാർ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത ആഴ്ച. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് നെക്സ്റ്റ് വീക്ക് നമ്മളത് റിലീസ് ചെയ്യും, സാധാരണ കോമൺ പബ്ലിക്കിന് ഉപയോഗിക്കാൻ വേണ്ടി. അത് ഒരു ഇതുപോലെ MTM സ്വിംഗ് ഒന്നും അധികം ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ടത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരുന്നു. 1-2 പ്രാവശ്യം ഇത് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ ചാനലിൽ ജോയിൻ ചെയ്യുക, നമ്മളെ ടെലഗ്രാം ചാനൽ. എന്നിട്ട് സംശയങ്ങൾ ചോദിച്ചോളുക. അത് കൃത്യമായിട്ട് നിങ്ങളെ മറുപടിയിൽ വയ്ക്കുന്നതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.